ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ബ്ലാസ്റ്റ് എന്ന തമിഴ് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരിയിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകന്റെ ഭാര്യയായ നീലവേണിയാണ് കാണിക്കുന്നത്. നീലവേണി ഒരു ഹോം മേക്കറാണ്. നായകനായ രാജ ഒരു കരാട്ടെ മാസ്റ്ററാണ്. അവർക്ക് നീല എന്ന പേരുള്ള ഒരു മകളുണ്ട്. രാജയുടെ അനിയൻ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്താണ്. ഒരു ദിവസം റോഹൻ തന്നെ അടിച്ചെന്ന് പറഞ്ഞ നീല അച്ഛൻ രാജയോട് പരാതിപ്പെടുന്നു. അപ്പോൾ റോഹന്റെ ഭാഗത്താണ് തെറ്റുള്ളത് എന്നതുകൊണ്ട് മകൾ നിലയോട് അവനെ തിരിച്ചടിക്കാൻ പറഞ്ഞ് രാജ അവളെ അയക്കുകയാണ്. ഇതുകൊണ്ട് നില റോഹന്റെ വയറ്റിൽ പതുക്കെ ഒന്ന് കുത്തുന്നു. എന്നാൽ റോഹൻ ശക്തിയായി നമ്മുടെ നിലയുടെ വയറ്റിൽ തന്നെ തൊഴിക്കുകയാണ്. ഈ കാര്യം രാജയോട് പറഞ്ഞ ഉടനെ അദ്ദേഹം നിലയോട് പറയുന്നുണ്ട്, എപ്പോഴും ഞാനും നിന്റെ അമ്മയും നിന്റെ കൂടെ ഉണ്ടാവില്ല, നീ തന്നെ നിന്നെ സംരക്ഷിക്കണം. ഇത് പറഞ്ഞ് അദ്ദേഹം തന്നെ മകൾ നിലയ്ക്ക് കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. കരാട്ടെ നന്നായി പഠിച്ചതിന് ശേഷം നില റോഹനെ ഇടിച്ച് പഞ്ഞിക്കിടുകയാണ്. ഇതിനുശേഷം നില ഒരു കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ പങ്കെടുക്കുന്നു. എന്നാൽ തന്റെ ആദ്യത്തെ മാച്ചിൽ തന്നെ അവൾ തോറ്റുപോയതുകൊണ്ട് നിലയ്ക്ക് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് രാജ നിലയോട് പറയുന്നുണ്ട്, ഞാനും മൊത്തം 34 മാച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരൊറ്റ മാച്ചിൽ മാത്രമാണ് ഞാൻ തോറ്റത്. അന്ന് എനിക്ക് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്നാൽ ഇനി ഇതുപോലെ ഉറങ്ങാത്തൊരവസ്ഥ വരരുത് എന്ന് കരുതി വാശിയോടെ ഫൈറ്റ് ചെയ്തതുകൊണ്ട് അതിനുശേഷം ഞാൻ ഒരിക്കലും മാച്ചിൽ തോറ്റിട്ടില്ല. അതേപോലെ നീയും ട്രൈ ചെയ്യ് എന്ന് അദ്ദേഹം ഐഡിയ കൊടുക്കുന്നു. ഇതുമൂലം നിലയും അവളുടെ അടുത്ത മാച്ചിൽ തന്നെ വിജയിക്കുന്നു. ഇതിനുശേഷം നില തന്റെ ചെറിയച്ഛനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛൻ കരാട്ടെ പഠിപ്പിച്ചു തന്ന പോലെ അച്ഛൻ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന്. അതിന് ചെറിയച്ഛൻ പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ അച്ഛനാണ് അദ്ദേഹത്തിന് കരാട്ടെ പഠിപ്പിച്ചു കൊടുത്തത്. അത് മാത്രമല്ല, നിന്റെ അച്ഛൻ 34 മാച്ചിൽ ഒരെണ്ണത്തിൽ മാത്രം തോറ്റു എന്ന് പറഞ്ഞില്ലേ, അത് മറ്റാരോടും അല്ല, നിന്റെ അമ്മ നീലവേണിയോടാണ് നിന്റെ അച്ഛൻ തോറ്റത് എന്ന് അദ്ദേഹം പറയാണ്. ഇതിനുശേഷം ഒരു ഹോട്ടലിൽ വാറ്റ് ചാരായം ഉണ്ടാക്കുന്നവരെല്ലാം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ചാരായം ഉണ്ടാക്കാൻ സാധനങ്ങൾ മാറ്റിവിറ്റ ഭാസ്കർ എന്ന പേരുള്ള ഒരാളുടെ മകനും ആ ഹോട്ടലിലേക്ക് വരുന്നു. ഇതുമൂലം ആ കൂട്ടത്തിലുള്ള ഒരാൾ ആ പയ്യനെ അടിക്കാൻ പോകുന്നു. അപ്പോൾ ഭക്ഷണം വാങ്ങാനായി നിലയെ കൂട്ടിക്കൊണ്ടുവന്ന രാജ ഇത് കാണുകയും ആ ആളുകളെല്ലാം ഇടിച്ചു വീഴ്ത്തി ആ പയ്യനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം രണ്ടുപേരും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നീല അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആ പയ്യൻ ആരാണെന്ന് പോലും അച്ഛൻ അറിയില്ലല്ലോ, എന്തിനാണ് അവനെ രക്ഷിച്ചത് എന്ന്. അതിന് അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കൊരു 9-10 വയസ്സുള്ളപ്പോൾ എൻ്റെ അനിയത്തിക്ക് നേരെ ഒരു അതിക്രമം നടന്നു. അന്ന് ചുറ്റും നിന്നവരെല്ലാം അത് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അനിയത്തി ഇന്നും ജീവനോടെ ഇരുന്നേനെ. അതുമാത്രമല്ല, എൻ്റെ അനിയത്തിയുടെ പേരാണ് ഞാൻ നിനക്ക് വിട്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ നമുക്ക് അറിയാവുന്നവർ തന്നെ വേണമെന്നില്ല. എവിടെ ആർക്ക് എന്ത് തെറ്റ് നടന്നാലും തീർച്ചയായിട്ടും നമ്മളത് ചോദിക്കണം എന്ന് അദ്ദേഹം പറയാണ്. അതിന് നിലയും ഓക്കെ എന്ന് പറയുന്നു. ഇതിനുശേഷം 15 വർഷം കഴിഞ്ഞ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമായ അമ്മ തങ്ങളുടെ ഏരിയയിലെ ഒരു രാഷ്ട്രീയക്കാരനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഓട്ടോ ഓടിച്ച് കുറേശ്ശെയായി സ്വരുക്കൂട്ടി ഓട്ടോ സ്റ്റാൻഡിനടുത്ത് ഒരു പ്ലോട്ട് വാങ്ങിയിട്ടിരുന്നു. ആ പ്ലോട്ട് വിറ്റ് എൻ്റെ മകളുടെ കല്യാണം നടത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം സുന്ദരത്തിന്റെ ആളുകൾ ആ പ്ലോട്ടിന്റെ പേരിൽ വ്യാജ ആധാരം റെഡിയാക്കി. ഇപ്പോൾ അത് അവരുടെ പ്ലോട്ടാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇന്ന് രാത്രിക്ക് മുമ്പ് ഒറിജിനൽ ആധാരം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ എൻ്റെ മകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സുന്ദരത്തോടൊന്ന് സംസാരിച്ച് നോക്കാമോ എന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയക്കാരൻ അവർ വളരെ അപകടകാരികളാണ്, അവർ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. എന്നാൽ സത്യത്തിൽ ആ രാഷ്ട്രീയക്കാരനോട് നമ്മുടെ സുന്ദരം ആ പ്ലോട്ട് വിറ്റാൽ 10% കമ്മീഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ രാഷ്ട്രീയക്കാരൻ അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അതേ ബസ്സിൽ മുന്നിലിരുന്നിരുന്ന നില ഈ അമ്മ സംസാരിച്ചതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അമ്മ നേരെ സുന്ദരത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെ ഫോളോ ചെയ്ത് പുറകെ വരുന്ന നമ്മുടെ നില സുന്ദരത്തെയും അയാളുടെ ആളുകളെയും എല്ലാം ഇടിച്ചു വീഴ്ത്തി അവരുടെ കയ്യിലുള്ള വ്യാജ ആധാരം അവരുടെ ആളുകളെ കൊണ്ട് തന്നെ കീറിക്കളയിപ്പിക്കുന്നു. ഇതിനുശേഷം നില ആ അമ്മയോട്, ഇനിമേൽ സുന്ദരത്തിന്റെ ആളുകൾ നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞേക്കുന്നു. ഇപ്പുറത്തെ ടെക്സ്റ്റസ് മിനറൽസ് എന്ന് പറഞ്ഞ കമ്പനി നടത്തുന്ന നമ്മുടെ വരുൺ തനിക്ക് ഏത് സ്ഥലങ്ങളാണോ മൈനിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൊന്നടുക്കിയിട്ട് അവർ വെളിയിൽ വെച്ച് മരിച്ചുപോയി എന്ന കേസും മാറ്റിമറിച്ച് ആ സ്ഥലം അങ്ങനെ തന്നെ കയ്യേറുകയാണ് പതിവ്. ഇങ്ങനെയാണ് 3/4 സ്ഥലങ്ങളും അയാൾ കൈയേറി മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അയാളുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് കീഴക്കാട് എന്ന മലയോര ഗ്രാമമാണ്. അവിടെ 1500 അടി കുഴിച്ചാൽ ബ്ലാക്ക് ഹോപ്പ് എന്നൊരു കരിമ്പാറ കിട്ടും. അതിന്റെ മൂല്യം 7000 കോടിയാണ്. എന്നാൽ ആ ഗ്രാമത്തിൽ 1500 അടി കുഴിച്ചാൽ മണ്ണിടിച്ചിലുണ്ടാവുന്നതുകൊണ്ട് ചുറ്റുമുള്ള 1300 പേര് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ കാരണം കൊണ്ട് അവിടെ കുഴിക്കാൻ ഗവൺമെന്റ് തീർച്ചയായിട്ടും പെർമിഷൻ കൊടുക്കില്ല. മറ്റൊന്ന്, കാർത്തികേയൻ എന്ന പേരിൽ ഒരു സോഷ്യൽ എൻവയോൺമെന്റലിസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അയാളെയും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനുശേഷം നില ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ടൈമിൽ ചെറിയച്ഛൻ്റെ കൂടെ ചേർന്ന് മെഡിക്കലും നോക്കുന്നുണ്ട്. അതുപോലെ തന്റെ ചേച്ചിയുടെ കൂടെ ചേർന്ന് ചെറിയ കുട്ടികൾക്ക് കരാട്ടയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം രാജയുടെ കരാട്ടെ ക്ലാസ്സിൽ നേരത്തെ തന്നെ 2 ബാത്റൂമുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റുഡൻസ് വളരെ കൂടുതലായതുകൊണ്ട് പുറത്ത് തന്നെ ഒരു ബാത്റൂം കെട്ടാനായി പ്ലാൻ ചെയ്യാണ്. അതിനായി ആളുകളെ വെച്ച് വലിയൊരു കുഴി ഒഴിപ്പിക്കുന്നു. ഇവിടെ പേരമ്പൂർ പോലീസ് സ്റ്റേഷനിൽ SA ആയിട്ടുള്ള ആൾ ആ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്ന 1/2 കിലോ കഞ്ചാവ് കാണാതായതുകൊണ്ട് അതേപോലെ
ഒരെണ്ണം റെഡിയാക്കി വെക്കുന്നതിനായി പാണ്ഡി എന്ന പേരിൽ ഒരാളെ കോൾ ചെയ്യുന്നു. എന്നാൽ പാണ്ഡി ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, പക്ഷെ എനിക്കറിയാവുന്ന ഒരാൾ അണ്ണാ നഗറിലുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അണ്ണാ നഗറിൽ പോയി വാങ്ങിക്കോ എന്ന് അവരോട് പറയുന്നു. ഇതിനിടെ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വരുന്നു. അദ്ദേഹത്തെ കോൾ ചെയ്യുന്ന ഭാര്യ, കഴിഞ്ഞ തവണയാണ് മോൻ്റെ സ്പോർട്സ് മീറ്റിങ്ങിന് നിങ്ങൾ വരാതിരുന്നത്, ഈ തവണയെങ്കിലും പാരൻസ് ടീച്ചർ മീറ്റിംഗ്സിന് തീർച്ചയായിട്ടും വരണം എന്ന് പറയുന്നു. അദ്ദേഹവും വരാമെന്ന് പറയാണ്. അപ്പോൾ സ്റ്റേഷനിൽ നോക്കുമ്പോൾ രാവിലെ അണ്ണാ നഗറിലെ ഒരു വീട്ടിൽ കയറി ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്ത ഒരാളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് അയാളുടെ കൈ വലിച്ചു പിടിക്കാൻ പറയുകയും ആ കയ്യിൽ തന്നെ ഇൻസ്പെക്ടർ ഭയങ്കരമായി ലാത്തിക്കൊണ്ട് അടിക്കുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് ചെയിൻ സ്നാച്ചിങ് കേസിൽ ജയിലിൽ പോയ ടോബി 6 മാസം കഴിഞ്ഞ് ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഭാര്യ കൊടുത്ത ഭക്ഷണം അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ഉപ്പില്ലാത്തത് കണ്ട് ദേഷ്യപ്പെട്ട് ഉടനെ ഉപ്പ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. എന്നാൽ ഭാര്യ നീ തന്നെ എടുത്തിട്ടോ എന്ന് പറയാണ്. ഇതുകൊണ്ട് ദേഷ്യം വരുന്ന നമ്മുടെ ടോബി അവളുടെ കവളത്ത് ഒരടി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ ഭാര്യ 6 മാസമായി നമ്മൾ താമസിക്കുന്ന വീടിന് വാടക കൊടുത്തിട്ടില്ല, ധൈര്യം ഉണ്ടെങ്കിൽ ആ 6 മാസത്തെ വാടക ഓണറുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനുശേഷം എന്നോട് ഈ ദേഷ്യം കാണിക്കുക എന്ന് പുച്ഛിച്ച് സംസാരിക്കുന്നു. ഇതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മുടെ ടോബി പുറത്തേക്ക് പോകുന്നു. ഉടനെ ടോബി തന്റെ ഫ്രണ്ടിന്റെ ഫോൺ വിളിച്ചിട്ട് കൃപാകരന്റെ ഗ്യാങ്ങിൽ ചേർക്കാന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ്. അവർ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി നിന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു വിടാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കുന്നു. ഇതിനുശേഷം നില വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസിൽ അവളിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി മറ്റൊരു സിസ്റ്റത്തിൽ ഇരിക്കാൻ ടീം ലീഡർ പറഞ്ഞതുകൊണ്ട് അവൾ അവിടെ പോയിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് നേരെയാണ് മാനേജറുടെ ക്യാബിനുള്ളത്. അയാൾ സ്ക്രീൻ തുറന്നാൽ തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇതിനിടെ വരുൺ ആ കീഴക്കാട് വില്ലേജിലുള്ള രാഷ്ട്രീയക്കാരനെ മീറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഗവൺമെന്റ് പെർമിഷനോടെ 300 അടി കുഴിക്കാൻ അനുമതിയുണ്ട്, അതിനുള്ള ലെറ്റർ ഞാൻ വാങ്ങിച്ചു തരാം, അത് വെച്ച് നിങ്ങൾ എത്ര വേണമെങ്കിലും കുഴിച്ചോ, ഇതുകൊണ്ട് മണ്ണിടിച്ചിലുണ്ടായി അവിടെയുള്ള ജനങ്ങൾ മരിച്ചുപോയാൽ അവരും നിങ്ങളുടെ മൈനിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. എന്നാൽ അതിന് നിങ്ങളുടെ 7000 കോടിയുടെ പ്രൊജക്റ്റിൽ എനിക്ക് 1000 കോടി രൂപ വൈറ്റ് മണിയാക്കി തരണം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് വരുണും അതിന് സമ്മതിക്കുന്നു. ഇതിനുശേഷം വരുൺ അബ്രഹാം എന്ന പേരിൽ ഒരാളെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള 1000 കോടി രൂപയുടെ ബ്ലാക്ക് മണി വൈറ്റ് മണിയാക്കി മാറ്റി ഒരു ട്രസ്റ്റ് അക്കൗണ്ടിൽ ഇടണം എന്ന് പറയുന്നു. അയാളും ചെയ്യാമെന്ന് പറയാണ്. ഇതിനുശേഷം വരുൺ കൃപാകരനെ ഫോൺ വിളിച്ച് കാർത്തികേയൻ എന്ന സോഷ്യൽ എൻവയോൺമെന്റലിസ്റ്റിനെ കൊന്നുകളയാൻ പറയുന്നു. ഉടനെ നമ്മുടെ കൃപാകരനും തന്റെ അനിയനെയും അവരുടെ ആളുകളെയും കാർത്തികേയന്റെ വീട്ടിലേക്ക് അയക്കുന്നു. കൃപാകരന്റെ അനിയനും ആളുകളും വീട്ടിലേക്ക് വരുമ്പോൾ കാർത്തികേയന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അവരെ ആദ്യം തന്നെ കൊന്നുകളയുന്നു. ഇതിനുശേഷം അവർ വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കാർത്തികേയനും സ്കൂളിൽ നിന്ന് തന്റെ മകളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയെ കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കൃപാകരന്റെ അനിയനും ആളുകളും കാർത്തികേയനെയും അയാളുടെ മകളെയും കൊന്നുകളയുന്നു. ഇവിടെ അബ്രഹാം നമ്മുടെ വരുൺ കൊടുത്ത 1000 കോടിയുടെ ബ്ലാക്ക് മണി ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അയാളും അത് വാങ്ങിക്കൊണ്ട് ഒരു തെളിവായി ഒരു 100 രൂപയുടെ നോട്ട് അബ്രഹാമിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ നോട്ട് ഞങ്ങൾ തരുന്ന അഡ്രസ്സിലുള്ള ദുബായിലുള്ള ആൾക്കാർക്ക് കൊടുത്താൽ അവർ തന്നെ നിങ്ങൾ പറയുന്ന 1000 കോടി രൂപ നിങ്ങൾ പറഞ്ഞ ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് വൈറ്റ് മണിയായി ട്രാൻസ്ഫർ ചെയ്തോളൂ എന്നവർ പറയുന്നു. ഇതിനുശേഷം അബ്രഹാം ആ 100 രൂപ നോട്ട് വാങ്ങി തന്റെ പേഴ്സിൽ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ഇതിനിടെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു ഗ്രൂപ്പ് 6 മാസത്തിന് മുമ്പ് കാർത്തികേയൻ ഞങ്ങൾ പുഴയിൽ നിന്ന് മണ്ണെടുക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് ജയിലിലാക്കി, അയാളോട് പ്രതികാരം ചെയ്യാനാണ് അയാളെയും അയാളുടെ ഭാര്യയും മകളെയും കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങുന്നു. സത്യത്തിൽ നമ്മുടെ കൃപാകരൻ തന്റെ അനിയനും അവരുടെ ഗ്രൂപ്പും പിടിക്കപ്പെടാതിരിക്കാനായി ഈ ഗ്രൂപ്പിനെ സെറ്റാക്കി വെച്ചതാണെന്ന് മനസ്സിലാവുന്നു. ഇതിനുശേഷം നില വർക്ക് കഴിഞ്ഞ് ക്യാബിനിൽ കയറുമ്പോഴാണ് അവിടേക്ക് വേഗത്തിൽ ഓടി വരുന്ന മാനേജർ ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്തു നേരെ നിലയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കാറിന് മുന്നിലിരിക്കുന്ന എംപ്ലോയി ഒരു സ്ഥലത്ത് ഇറങ്ങിയതിനു ശേഷം മാനേജർ ഞാൻ വിചാരിച്ചാൽ നിനക്ക് പ്രൊമോഷൻ വാങ്ങിത്തരാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നിലയുടെ തുടയിൽ തന്നെ കൈവയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ നില ഡ്രൈവറോട് വണ്ടി കുറച്ചൊന്ന് സൈഡാക്കാൻ പറഞ്ഞിട്ട് കാറിനുള്ളിൽ വെച്ച് തന്നെ മാനേജറെ ഇടിച്ച് പാഞ്ഞിക്കിടുന്നു. ഇതിനുശേഷം ഡ്രൈവറോട് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യിപ്പിച്ച് അയാളെ പുറത്തേക്ക് തള്ളിയിടുന്നു. ഇതിനുശേഷം ഡ്രൈവർ മുന്നിലിരിക്കുന്നോ എന്ന് നമ്മുടെ മാനേജറോട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നത് കൊണ്ട് ഡ്രൈവർ ക്യാബ് എടുത്ത് അവിടെ നിന്നും പോകുന്നു. ഇതിനുശേഷം വീട്ടിൽ രാജയുടെ അനിയൻ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരും, അതുവരെ നീ മെഡിക്കൽ ഷോപ്പ് നോക്കണം എന്ന് രാജയോട് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. അപ്പോൾ നീലവേണി രാജയോട് ഒരു കല്യാണ ആൽബത്തിൽ നമ്മുടെ മകളുടെ ഫോട്ടോ കണ്ട് ഒരു ബന്ധുവായ പയ്യൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നു. അതിന് രാജയും നമ്മുടെ മകൾക്ക് സമ്മതമാണെങ്കിൽ വരാൻ പറയേ എന്ന് പറയുന്നു. ഇതിനുശേഷം രാത്രി പേരമ്പൂർ ഇൻസ്പെക്ടർ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത ഒരു പയ്യനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പയ്യൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് കുടിച്ചത്, ഇതെൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ അദ്ദേഹം എന്നെ കൊല്ലും എന്ന് പറയുന്നു. ഇതുകൊണ്ട് ഇൻസ്പെക്ടർ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാനും പറയുന്നുണ്ട്. ഉടനെ അവനും ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്ത് പോകുമ്പോൾ പിന്നാലെ ഇൻസ്പെക്ടർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ഒരു കാറ് വരുമ്പോൾ വണ്ടി കുറുകെ ഇടുന്നു. അപ്പോൾ ആ കാർ ഓടിക്കുന്നയാൾ ഇവനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി അടുത്തുള്ള ട്രാൻസ്ഫോമറിലിടിച്ച് കാർ നിർത്തുന്നു. അപ്പോൾ കാറിനുള്ളിൽ സ്റ്റിയറിംഗിൽ തലയിടിച്ച് മയങ്ങിക്കിടക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ അബ്രഹാമാണ്. ഉടനെ ഇൻസ്പെക്ടർ അബ്രഹാമിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഉടനെ ഈ വിവരം വരുൺ അറിയാണ്. വരുൺ കൃപാകരനെ ഫോൺ വിളിച്ചിട്ട് പോലീസ് അവൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവിടെ നിന്നും അവനെ പുറത്തിറക്കാൻ പറയുന്നു.
ഇതുകൊണ്ട് കൃപാകരൻ തന്റെ അനിയനെയും ആളുകളെയും അവിടേക്ക് അയക്കുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് കൃപാകരന്റെ അനിയനും അവരുടെ ആളുകളും മുഖം മൂടി വെച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെയുള്ള ഇൻസ്പെക്ടർ നമ്മുടെ അബ്രഹാമിനെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഉടനെ നിങ്ങൾ അടുത്തു വന്നാൽ അവനെ ഞാൻ വെടിവെക്കും എന്ന് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അതും വകവയ്ക്കാതെ കൃപാകരന്റെ ആളുകൾ രണ്ടുപേരും മുന്നോട്ട് വന്നതുകൊണ്ട് ഇൻസ്പെക്ടർ നമ്മുടെ അബ്രഹാമിന്റെ കാലിൽ തന്നെ വെടിവെക്കുന്നു. ഇത് കണ്ട ഉടനെ കൃപാകരന്റെ അനിയനും ആളുകളും അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതിനുശേഷം ഡോക്ടറുടെ സഹായത്തോടെ അബ്രഹാമിന്റെ കാലിൽ നിന്നും ബുള്ളറ്റ് എടുക്കുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർ ഇത്രയും പേര് ഇവനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ എന്തോ വലിയൊന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ടൈറ്റ് ആക്കുന്നത്. ഇതിനുശേഷം അബ്രഹാം ആരാണെന്ന് അറിയാനായി അയാളുടെ ഫോട്ടോ എടുത്ത് എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. എന്നിട്ട് ക്രൈം റെക്കോർഡ്സിൽ ഇവന്റെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നു. ഇതിനുശേഷം അബ്രഹാം കണ്ണു തുറന്നാൽ തന്നെ ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ അവിടെ നിന്നും പോകുന്നു. ഇതിനുശേഷം നീല ഒരു അമ്മയ്ക്ക് വേണ്ടി സുന്ദരത്തെയും അയാളുടെ ആളുകളെയും ഇടിച്ചു വീഴ്ത്തിയല്ലോ. സുന്ദരം നമ്മുടെ നീലയുടെ ഏരിയയിലുള്ള ഒരാളോട് ഈ വിവരം പറഞ്ഞിട്ട് പോകുന്നു. ആ ഏരിയക്കാരൻ നേരെ നമ്മുടെ നീല വീടിന്റെ അടുത്ത് വന്ന് നടന്നതെല്ലാം പറഞ്ഞിട്ട്, നീല എനിക്കറിയാവുന്ന കുട്ടിയായതുകൊണ്ടാണ് സുന്ദരം വിട്ടിട്ട് പോയത്, അതുകൊണ്ട് അവളോട് അടങ്ങിയിരിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇതിനുശേഷം വീട്ടിലേക്ക് വരുന്ന നീലയോട് നീലവേണി, ഇനിമേൽ നീ ആരെങ്കിലും അടിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് കംപ്ലൈന്റ് വന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല എന്ന് പറയുന്നു. ഇതിനുശേഷം ഇൻസ്പെക്ടർക്ക് ഒരു കോൾ വരികയും അദ്ദേഹം തിരികെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം കാവലിന് നിർത്തിയിരുന്ന ഒരുപാട് പോലീസുകാർ മരിച്ചു കിടക്കുന്നതായി കാണുന്നുണ്ട്. ചിലരൊക്കെ അടികിട്ടി കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാളോട് ചോദിക്കുമ്പോഴാണ് മയക്കത്തിൽ നിന്ന് എണീറ്റ നമ്മുടെ അബ്രഹാമാണ് ഇതെല്ലാം ചെയ്തിട്ട് പോയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. നമ്മുടെ ഫ്ലാഷ് ബാക്കിൽ നോക്കിയാൽ മയക്കത്തിൽ നിന്ന് എണീക്കുന്ന നമ്മുടെ അബ്രഹാം ഒരുപാട് പേരെ വെടിവെച്ച് കൊല്ലുകയും ചിലരെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തിട്ട് റോഡിനടുത്തേക്ക് വരുന്നു. അപ്പോൾ ബൈക്കിൽ വരുന്ന ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് അയാളുടെ ബൈക്കും എടുത്ത് അവിടെ നിന്നും എസ്കേപ്പ് ആയി പോവുകയാണ് ചെയ്തത്. ഇതിനുശേഷം കൃപാകരന്റെ വീട്ടിലാണ് ആ അബ്രഹാം ഉള്ളത്. അവിടെ നിന്നും വരുണിനെ കോൾ ചെയ്യുന്ന അയാൾ, ആ 100 രൂപ നോട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, നീ ദുബായിലേക്ക് പ്രൈവറ്റ് ജെറ്റ് റെഡിയാക്കിയാൽ ഞാൻ ഉടനെ പണി തീർക്കാം എന്ന് പറയുന്നു. ഇപ്പുറത്ത് വീട്ടിൽ നീലവേണി നമ്മുടെ നിലയോട് എനിക്ക് വേണ്ടി ഇനിമേൽ നീ ആരെയും അടിക്കാതിരിക്കണം എന്ന് പറയാണ്. ഉടനെ നമ്മുടെ നിലയും അത് സമ്മതിക്കുന്നു. ഇവിടെ ടോബിയുടെ ഫ്രണ്ട് ടോബിയെ കൃപാകരന്റെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമിനെ കോൾ ചെയ്യുന്ന അയാളുടെ ഡോക്ടർ, കാലിൽ വെടിയേറ്റതിനു ശേഷം നിങ്ങൾ സ്ട്രെയിൻ ചെയ്തതുകൊണ്ട് ഞരമ്പുകൾക്ക് ഡാമേജ് വന്നാൽ പാരലൈസ്ഡ് ആയി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്ന ടാബ്ലറ്റ്സ് ഒരാഴ്ച കഴിക്കണം എന്ന് പറയുന്നു. എന്നാൽ ഈ ടാബ്ലറ്റ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ തരില്ല എന്നും അയാൾ പറയുന്നു. ഇതുകൊണ്ട് അബ്രഹാം നമ്മുടെ കൃപാകരനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ടാബ്ലറ്റ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ തരില്ല, അതുകൊണ്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അത് വാങ്ങിക്കൊണ്ട് വരണം, പ്രധാനമായിട്ടും നിന്റെ ആളെ അയക്കാതെ വേറെ ഏതെങ്കിലും ഒരാളെ ഇതിനായി അയക്കണം എന്നും പറയുന്നുണ്ട്. ആ സമയത്താണ് ടോബി അവിടെ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് ടോബി എങ്ങനെയുള്ളവനാണെന്ന് നമ്മുടെ കൃപാകരൻ അന്വേഷിക്കുന്നു. അപ്പോൾ ടോബി കൃപാകരനോട് പറയുന്നുണ്ട്, ഞാൻ മാല പൊട്ടിച്ച് 2 ആഴ്ചയായിട്ടും പോലീസ് എന്നെ പിടിക്കാത്തതുകൊണ്ട് ഒരു സേട്ടിന്റെ കടയിൽ ആ മാല വിൽക്കാൻ പോയി. എന്നാൽ ആ സേട്ട് എന്നെ പോലീസിൽ കാണിച്ചു കൊടുത്തു. ഇതുകൊണ്ട് 6 മാസം ജയിലിൽ കിടന്നിട്ട് റിലീസായ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആ സേട്ടിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നവൻ പറയാണ്. ഇതുകൊണ്ട് കൃപാകരനും ആ ടാബ്ലറ്റ്സ് വാങ്ങിക്കൊണ്ടുവരാനായി ടോബിയാണ് അയക്കുന്നത്. ആ സമയത്ത് മെഡിക്കൽ ഷോപ്പിലുള്ളത് നമ്മുടെ രാജയാണ്. അപ്പോൾ അവിടെ വരുന്ന നില ഭക്ഷണം കഴിക്കാനായി അച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവൾ മെഡിക്കൽ ഷോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന ടോബി നമ്മുടെ നിലയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ടാബ്ലറ്റ്സ് ചോദിക്കുന്നു. ആ സമയത്ത് നിലയ്ക്ക് അവളുടെ അമ്മ കോൾ ചെയ്തതുകൊണ്ട് അവളും അവനോട് വഴക്കിടാതെ ആ ടാബ്ലറ്റ്സ് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ആ ടാബ്ലറ്റ്സ് വാങ്ങിയിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് ടോബിക്ക് തന്റെ ഭാര്യ വഴക്ക് പറഞ്ഞത് ഓർമ്മ വരുന്നത്. ഇതുകൊണ്ട് വീണ്ടും തിരികെ വന്ന് അവൻ നിലയുടെ കഴുത്തിലുള്ള മാല കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ദേഷ്യം വരുന്ന നമ്മുടെ നില ആ കത്തി പിടിച്ചു വാങ്ങി ടോബിയുടെ കയ്യിൽ തന്നെ കുത്തുന്നു. ഇതിനുശേഷം ടോബിയെ അവൾ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. ഇവിടെ സ്റ്റേഷനിൽ ഇൻസ്പെക്ടർക്ക് അബ്രഹാമിനെ കുറിച്ച് ക്രൈം റെക്കോർഡ്സിലും വിവരമില്ല. അതുപോലെ അയാളുടെ ഫോട്ടോ അയച്ച സ്റ്റേഷനുകളിൽ നിന്നും യാതൊരു വിവരവും കിട്ടുന്നില്ല. ഇതിനിടയിലാണ് ആ സ്റ്റേഷനിലെ കോൺസ്റ്റബിളിന് ചെയിൻ സ്നാച്ചിങ്ങിന് ശ്രമിച്ച ടോബിയെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോൾ വരുന്നത്. സ്പോട്ടിലേക്ക് വരുന്ന കോൺസ്റ്റബിളും അവരുടെ ടീമും ടോബിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കയറ്റുന്നു. അപ്പോൾ അവിടെയുള്ള നമ്മുടെ നിലയോട് മുതിർന്ന ആരെങ്കിലും ആയ സ്റ്റേഷനിലേക്ക് വാ, അപ്പോഴേ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. ഉടനെ അവളും ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടി വരാം എന്ന് പറയാണ്. ഇതിനുശേഷം സ്റ്റേഷനിലുള്ള നമ്മുടെ ടോബി ബാത്റൂമിൽ പോവാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു കോൺസ്റ്റബിളിന്റെ ഫോൺ എടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം കൃപാകരനോട് പറയുന്നു. അപ്പോൾ അബ്രഹാം കൃപാകരനോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ ആ പെൺകുട്ടി സ്റ്റേഷനിൽ വന്ന് നടന്നതെല്ലാം പറഞ്ഞാൽ ആ ടാബ്ലറ്റ്സ് വെച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ച ടോബിയെ ഭീഷണിപ്പെടുത്തി അവർ നിന്നെ പിടികൂടും. ഇതുകൊണ്ട് ആദ്യം ടോബിയെ കൊല്ലണമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ അബ്രഹാം 19 പോലീസുകാരെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് കൊണ്ട് ഇനിയും പോലീസിനെ കൊല്ലണ്ട എന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നിലയെയും അവളുടെ ഫാമിലിയെയും കൊന്നുകളയാം എന്ന് അവർ തീരുമാനിക്കുന്നു. ഇതിനുശേഷം കൃപാകരൻ അതേ ഏരിയയിലുള്ള എലി എന്ന പേരുള്ള ഒരാളെ ഫോൺ വിളിച്ച് നിലയുടെ ഫാമിലിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. എലി മറ്റൊരാളെ ഫോൺ വിളിച്ച് നിലയുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ അവിടെ ഉത്സവത്തിന്റെ തിരക്കിലാണ്. അപ്പോൾ നിലയുടെ അച്ഛൻ കരാട്ടെ മാസ്റ്റർ ആണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ആ ബഹളത്തിൽ നമ്മുടെ എലിക്ക് കേട്ടത് ഹെഡ് മാസ്റ്റർ എന്നാണ്. ഇതുകൊണ്ട് എലി കൃപാകരനെ ഫോൺ വിളിച്ചിട്ട് അച്ഛൻ ഹെഡ് മാസ്റ്റർ ആണ്, ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത് എന്ന് പറയുന്നു.
ഇത് കേട്ട ഉടനെ കൃപാകരന്റെ അനിയൻ ശിവ 5 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് നേരെ നിലയുടെ വീട്ടിലേക്ക് പോകുന്നു. അവരറിയാതെ തന്നെ ഇവൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഓടി വന്ന് നമ്മുടെ നിലയെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ നില അവനെ ഇടിച്ച് തൊഴിച്ച് തെറിപ്പിച്ചതുകൊണ്ട് കിച്ചണിൽ പോയി വീഴുന്ന അയാളുടെ മുതുകിൽ ഒരു വാക്കത്തി കുത്തി കയറി അയാൾ മരിച്ചു പോകുന്നു. ഇതിനുശേഷം മറ്റൊരുത്തൻ ചുറ്റികയെടുത്ത് വന്ന് നമ്മുടെ നീലവേണിയെ അടിക്കാൻ ശ്രമിക്കുന്നു. നീലവേണി അവനെ തടഞ്ഞ് അവന്റെ കയ്യിൽ നിന്നും ചുറ്റിക പിടിച്ചു വാങ്ങി അവന്റെ മുഖത്ത് തന്നെ ആ ചുറ്റിക വെച്ച് അടിക്കുന്നു. താഴെ വീഴുന്ന അയാളും സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. ഇതിനുശേഷം വേറൊരാൾ കത്തി എടുത്തു വന്ന് നമ്മുടെ രാജയെ അടിക്കാൻ ശ്രമിക്കുന്നു. രാജയും അവനെ ഇടിച്ച് അതേ കത്തി കൊണ്ട് അവനെ കുത്താൻ പോകുന്നു. എന്നാൽ അവസാന നിമിഷം കത്തി താഴെ ഇടുന്നു. എന്നാൽ ആ വ്യക്തി വീണ്ടും കത്തിയെടുത്ത് വന്ന് നമ്മുടെ നിലയെ കുത്താൻ ശ്രമിക്കുകയാണ്. ഇതുകൊണ്ട് രാജ അതേ കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ ചെറുതായി ഒന്ന് വരയുന്നു. ഇതുകൊണ്ട് അവൻ അടികിട്ടി താഴെ വീണെങ്കിലും ഇതുവരെ മരിച്ചിട്ടില്ല. ആ സമയത്താണ് നമ്മുടെ നീലവേണി ഞാൻ വേണമെങ്കിൽ ഈ 2 പേരെയും കൊന്ന കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പൊക്കോളാം, നിങ്ങൾ നമ്മുടെ മകളെ നോക്കിക്കോ എന്ന് പറയുന്നത്. എന്നാൽ രാജ പറയുന്നത് ജീവനോടുള്ള ഈ ആൾ നമ്മളെ കൊടുക്കും, അതുകൊണ്ട് ഈ 3 പേരെയും കൊന്നിട്ട് ബാത്റൂമിനായി കുഴിച്ച ആ കുഴിയിൽ തന്നെ ഇട്ട് മൂടാം എന്നാണ്. അപ്പോൾ നില ഇനിയും 2 പേര് ഒളിച്ചിരിപ്പുണ്ട്, അവരെന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അതിന് അവരെയും കൊന്ന് അതേ കുഴിയിൽ തന്നെ കുഴിച്ചിടാം എന്ന് പറയുന്നു. ഉടനെ ഇവർ വാതിലടക്കുകയാണ്. അപ്പോൾ ഒളിച്ചിരിക്കുന്ന ശിവയും മറ്റൊരുത്തനും നേരെ ഓടി വരുന്നു. അപ്പോൾ നിലയും നീലവേണിയും ചേർന്ന് അവരെ ഇടിച്ചു കൊന്നുകളയുന്നു. ഇവിടെ അബ്രഹാം താൻ 100 രൂപ നോട്ട് വെച്ചിരുന്ന പേഴ്സ് കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള ഒരാൾ താഴെ കിടന്ന പേഴ്സ് ഞാൻ തന്നെയാണ് ആ ടേബിളിൽ വെച്ചത് എന്ന് പറയുന്നു. എന്നാൽ ആ ടേബിളിൽ ഇപ്പോൾ പേഴ്സ് ഇല്ല. അപ്പോൾ താഴെ ഒരു പേഴ്സ് കിടക്കുന്നുണ്ട്. ആ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ ശിവയുടേതാണ്. അപ്പോൾ നമ്മുടെ ശിവ അവൻ്റെ പേഴ്സ് താഴെ വീണത് അറിയാതെ ടേബിളിൽ ഇരിക്കുന്നത് തൻ്റെ പേഴ്സാണെന്ന് കരുതി അബ്രഹാമിൻ്റെ പേഴ്സ് എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ നിലയുടെ ഫാമിലിയോ അതൊന്നും അറിയാതെ അവർ കൊന്ന 5 പേരെയും ആ ബാത്റൂമിലായി കുഴിച്ചിട്ട കുഴിയിൽ ഇട്ടുമൂടുന്നു. ഇതിനുശേഷം കൃപാകരൻ പോയ ആ 5 പേർക്കും ഫോൺ വിളിച്ചു നോക്കുമ്പോൾ അവരാരും ഫോൺ എടുക്കാത്തത് കൊണ്ട് നമ്മളിരിക്കുന്ന സ്ഥലം സേഫ് അല്ല എന്ന് പറഞ്ഞ് അബ്രഹാമിനെയും തൻ്റെ ആളുകളെയും കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ വരുണിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മറ്റൊരു കമ്പനി ഓണറെ മീറ്റ് ചെയ്ത് ആ 7000 കോടിയുടെ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞ് കൂടുതൽ പണം കൊടുത്ത് ഈ പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്ക് എന്ന ഐഡിയ കൊടുത്തിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞ അരുൺ അയാളെ തൻ്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് തന്നെ തല്ലിക്കൊല്ലുന്നു. ഇവിടെ കൃപാകരൻ എലിയെ ഫോൺ വിളിച്ചിട്ട് പോയ എൻ്റെ അനിയനും അവൻ്റെ ആളുകളും ഇതുവരെ വന്നിട്ടില്ല, എന്താണ് സംഭവിച്ചതെന്ന് നോക്ക് എന്ന് പറഞ്ഞ് അയക്കുകയാണ്. അപ്പോൾ എലി 2 ജംഗ്ഷന് മുന്നിലായി അവർ വന്ന ജീപ്പ് പഞ്ചറായി നിൽക്കുന്നത് കാണുകയാണ്. ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ ശിവയും ആളുകളും വരുമ്പോൾ തന്നെ 2 ജംഗ്ഷന് മുന്നിൽ വെച്ച് തന്നെ അവരുടെ ജീപ്പ് പഞ്ചറായി പോകുന്നു. അപ്പോൾ വീട് അടുത്തല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവർ നടന്നു പോവുകയാണ് ചെയ്തത്. ഇതിനുശേഷം രാജ ടോബിയുടെ പേരിൽ എടുക്കാൻ പോകുന്ന കേസ് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് മകൾ നിലയെയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഈ സമയത്ത് വീട്ടിലേക്ക് വരുന്ന എലി അവിടെ നമ്മുടെ നീലവേണി വളരെ കൂളായി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് അവർ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നും അതിനു മുമ്പ് തന്നെ അവരുടെ വണ്ടി പഞ്ചറായി ആരോ അവരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്നും നേരെ കൃപാകരനെ ഫോൺ വിളിച്ച് പറയുന്നു. ഇതുകൊണ്ട് കൃപാകരൻ ശിവയുടെ കൂടെയുള്ള ആളുകളോട് ആരെങ്കിലും നമ്മുടെ ശിവയെ അന്വേഷിച്ച് വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതിനവർ രാവിലെ പേരമ്പൂർ സ്റ്റേഷൻ SI നമ്മുടെ ശിവയെ അന്വേഷിച്ച് വന്നിരുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ പേരമ്പൂർ SI 1/2 കിലോ കഞ്ചാവ് നഷ്ടപ്പെട്ടതുകൊണ്ട് പാണ്ഡ്യയോട് ചോദിച്ചിരുന്നല്ലോ. പാണ്ഡ്യയാണ് അത് ശിവയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഈ SIയെ അവിടേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ ആ സമയത്ത് ശിവ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞ് ആ SIയെ ശിവയുടെ ഫ്രണ്ട് അവിടെ നിന്നും പറഞ്ഞയച്ചിരുന്നു. എന്നാൽ ഈ കാര്യം കേൾക്കുന്ന നമ്മുടെ കൃപാകരൻ ടോബി ചോദ്യം ചെയ്യലിൽ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്നും അതിലൂടെ നമ്മുടെ അബ്രഹാമിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അനിയനെയും ആളുകളെയും പോലീസ് പൊക്കിയിരിക്കുന്നതെന്നും തെറ്റിദ്ധരിക്കുന്നു. ഈ സമയത്ത് പേരമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വരുന്ന നമ്മുടെ രാജയും നിലയും അവർ ടോബിയുടെ പേരിൽ കൊടുക്കാൻ പോകുന്ന കേസ് പിൻവലിക്കുകയാണെന്ന് പറയുന്നു. ഇതുകൊണ്ട് കോൺസ്റ്റബിൾ കേസ് പിൻവലിക്കുന്ന കാര്യം നേരെ പോയി ഇൻസ്പെക്ടറോട് പറയുന്നു. അവരത് പറയാൻ പോകുന്ന സമയത്താണ് ഇൻസ്പെക്ടറെ കോൾ ചെയ്യുന്ന നമ്മുടെ കൃപാകരൻ പറയുന്നത്, നിന്റെ ഭാര്യയും മകനെയും ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്, വിശ്വാസമില്ലെങ്കിൽ ഞാൻ അയച്ച വാട്സാപ്പ് വീഡിയോ നോക്ക്, ഇനി 1 മണിക്കൂറിനുള്ളിൽ നീ ഇന്നലെ പൊക്കിക്കൊണ്ടുപോയ എൻ്റെ അനിയനെയും എൻ്റെ ആളുകളെയും റിലീസ് ചെയ്തില്ലെങ്കിൽ നിന്റെ മകനെയും ഭാര്യയും ഞങ്ങൾ കൊല്ലും എന്ന് പറയുന്നത്. എന്നാൽ ഇൻസ്പെക്ടർ ഞാൻ നിന്റെ അനിയനെ പൊക്കിയിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, നീ ഇതിനോടകം കസ്റ്റഡിയിലുള്ള ടോബിയെ ചോദ്യം ചെയ്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് നിനക്ക് 1 മണിക്കൂറേ സമയമുള്ളൂ, ഇല്ലെങ്കിൽ ഭാര്യയും മകനെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെക്കുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ കൃപാകരൻ്റെ റെക്കോർഡ് ചെയ്ത വോയിസ് നമ്മുടെ ടോബിയെ കേൾപ്പിച്ചിട്ട് അത് കൃപാകരനാണെന്നും അവൻ അന്വേഷിക്കുന്നത് അവൻ്റെ അനിയൻ ശിവയാണെന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ അവൻ എവിടെയാണെന്ന് ചോദിച്ചതിന് ടോബിക്ക് അറിയില്ല എന്ന് അവൻ പറയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ അടുത്തുള്ള കോൺസ്റ്റബിളിനോട് കൃപാകരൻ തൻ്റെ ഫാമിലിയെ പിടിച്ചു വച്ചിരിക്കുന്ന കാര്യവും അവൻ്റെ ഡിമാൻഡും പറയുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന രാജയും നിലയും അത് കേൾക്കുന്നുണ്ട്. ഇവിടെ വരുൺ അബ്രഹാമിനെ കോൾ ചെയ്തിട്ട് പ്രൈവറ്റ് ജെറ്റ് ലാൻഡിങ്ങിന് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് പാസഞ്ചർ ഫ്ലൈറ്റ് വഴി എൻ്റെ മാനേജറെ തന്നെ അയക്കാം എന്ന് കരുതാണ്. അതുകൊണ്ട് അവിടെ വരുന്ന മാനേജറുടെ കയ്യിൽ നീ വെച്ചിരിക്കുന്ന ആ 100 രൂപ നോട്ട് കൊടുത്തേക്ക് എന്ന് പറയുന്നു. അതിന് അബ്രഹാമും ഓക്കെ എന്ന് പറയുന്നു. ഇവിടെ ഇൻസ്പെക്ടർ ശിവയുടെ നമ്പർ ട്രാക്ക് ചെയ്ത് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. ട്രാക്ക് ചെയ്തതിൽ 1 മണിക്കൂർ മുമ്പാണ് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അവസാനമായി കാണിക്കുന്ന ലൊക്കേഷൻ പേരമ്പൂർ പെരിയാർ ബ്രിഡ്ജ് ആണെന്ന് പറയുന്നു. ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ രാജയും നിലയുമാണ് ബൈക്കിൽ വന്ന്
ശിവയുടെ ഫോൺ കൃത്യമായി ആ പെരിയാർ ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് എറിഞ്ഞത്. അപ്പോൾ കൃപാകരൻ അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ വരുണിനോട് സത്യങ്ങൾ പറയാതിരുന്നത്? അതിന് അബ്രഹാം പറയുന്നുണ്ട്, ഒരുപക്ഷെ നടന്നതെല്ലാം പറഞ്ഞാൽ അവൻ നിന്നെ സംശയിക്കുകയും നിന്നെ കൊന്നുകളയുകയും ചെയ്യും. അതുമാത്രമല്ല എൻ്റെ മേലും അവൻ സംശയിക്കും. ഇതിനുശേഷം ഇൻസ്പെക്ടർ അയച്ച അബ്രഹാമിന്റെ ഫോട്ടോ കണ്ട് ട്രിച്ചി കമ്മീഷണർ നമ്മുടെ ഇൻസ്പെക്ടറെ ഫോൺ ചെയ്യുന്നു. അബ്രഹാം ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. അവനെ പിടിക്കാനായി ഒരു ടീം രൂപീകരിച്ചിരുന്നു. അതിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് ആ ടീമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ടീമിലുണ്ടായിരുന്ന 15 പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അബ്രഹാം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തു വരൂ. ഏത് ഓപ്പറേഷൻ ആണെങ്കിലും അവൻ ഒറ്റയ്ക്ക് തന്നെ തീർക്കും. ഇതുകൊണ്ട് ഒരുപാട് പേര് അവൻ്റെ മുഖം തന്നെ കണ്ടിട്ടില്ല. ഒരുപാട് ഹൈ പ്രൊഫൈൽ മർഡറുകൾ അവൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി മാത്രം 15 എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്ന ഒരു ടീം രൂപീകരിച്ചു. അവസാനമായി അബ്രഹാം ഒരു വലിയ ബിസിനസ്സുകാരനെ ഹോട്ടലിൽ വെച്ച് കൊല്ലാനായി വന്നിട്ടുണ്ടെന്ന് അവർക്ക് വിവരം കിട്ടുന്നു. ഉടനെ അവരും ആ ഹോട്ടലിലേക്ക് പോയി. എന്നാൽ അബ്രഹാം ആ 15 എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെയും ആ ബിസിനസ്സുകാരനെയും അവിടെ വെച്ച് തന്നെ കൊന്നിട്ട് എസ്കേപ്പായി. ഇതിനുശേഷം അവനെ പിടിക്കാൻ ആർക്കും ധൈര്യം വന്നിട്ടില്ല. അവൻ വളരെ നാളായി ഇനാക്റ്റീവ് ആയിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ അബ്രഹാം കൃപാകരന്റെ കയ്യിൽ നിന്നും കാറിന്റെ താക്കോല് വാങ്ങിയിട്ട്, നിന്നാൽ കഴിയുന്ന വിധം നിന്റെ അനിയനെ അന്വേഷിക്കാൻ നീ ശ്രമിക്കണം, അതുപോലെ ഞാനും ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് കാർ എടുത്തു പോകുന്നു. ആദ്യം അവനൊരു മെഡിക്കൽ ഷോപ്പിനടുത്ത് നിർത്തുകയാണ്. അവിടെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരാളുടെ കയ്യിൽ നിന്നും ടാബ്ലറ്റ്സ് വാങ്ങുന്നു. അതിനുശേഷം ആ കത്തി വെച്ച് അയാളുടെ കഴുത്തറുത്ത് കൊന്നിട്ട് അവിടെ നിന്നും പോകുന്നു. അപ്പുറത്തെ വീട്ടിൽ വരുന്ന രാജയും നിലയും നീലവേണിയോട് ഇൻസ്പെക്ടറുടെ ഭാര്യയും മകനെയും നമ്മൾ കാരണമാണ് തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് എന്ന കാര്യം പറയുന്നു. ഇതുകൊണ്ട് നീലവേണിയും അവരെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിച്ചേ തീരൂ എന്ന് പറയുന്നു. അവരെ എവിടെയാണ് തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായി തന്റെ ക്ലാസ്സിൽ കരാട്ടെ പഠിച്ച് ഇപ്പോൾ പോലീസിലായിട്ടുള്ള ഗൗതമന്റെ വീട്ടിലേക്ക് നമ്മുടെ രാജ പോവുകയാണ്. ഇവിടെ അബ്രഹാമും പേരമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒത്തുകുമാർ എന്ന പേരുള്ള ഒരു പോലീസുകാരനെ തട്ടിക്കൊണ്ടുപോയി ഇടിച്ചു ചോദിച്ചതിൽ നിന്ന് ഇൻസ്പെക്ടർ സത്യത്തിൽ കൃപാകരന്റെ അനിയനെ പൊക്കിയിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നു. ഇതിനുശേഷം അബ്രഹാം ആ പോലീസുകാരനെയും കൊന്നിട്ട് അവിടെ നിന്നും നേരെ നമ്മുടെ നിലയുടെ വീട്ടിലേക്കാണ് വരുന്നത്. വീട്ടിൽ കസേര ഒടിഞ്ഞിരിക്കുന്നത് കണ്ട് ആ 6 പേരും ഇവിടെ തന്നെയാണ് വന്നതെന്ന് ഉറപ്പിക്കുന്ന അബ്രഹാം നീലവേണിയോട് അവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നീല, ഇവനും ആ ഗ്രൂപ്പിൽപ്പെട്ടവൻ തന്നെയാണ്. ഇവനിലൂടെ ആ ഇൻസ്പെക്ടറുടെ ഭാര്യയും മകനും എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയും എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ നീലവേണിയും വാതിലടച്ച് ടിവിയുടെ സൗണ്ട് കൂട്ടി വെച്ചിട്ട് രണ്ടുപേരും ചേർന്ന് അബ്രഹാമുമായി ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ അബ്രഹാം നിലയെ ആദ്യം ഇടിച്ചു വീഴ്ത്തുകയാണ്. ഈ സമയത്ത് രാജയുടെ വീടിനടുത്തുള്ള ഒരാൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാജയെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്ക് എന്ന് പറയാണ്. ഇതിലൂടെ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും വീട്ടിലേക്ക് വരുന്ന നമ്മുടെ രാജ അവിടെ അബ്രഹാം തന്റെ ഭാര്യയെ നീലവേണി അടിക്കുന്നതാണ് കാണുന്നത്. ഇതിനുശേഷം രാജയും അബ്രഹാമും തമ്മിൽ ഭയങ്കരമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അബ്രഹാം കിച്ചണിലിരിക്കുന്ന മാവെടുത്ത് രാജയുടെ കണ്ണിലെറിയുകയും അവിടെയുള്ള പാൻ എടുത്ത് രാജയുടെ തലയിൽ ഭയങ്കരമായി അടിക്കുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് അദ്ദേഹം താഴെ വീഴുന്നു. ഈ സമയത്ത് അബ്രഹാം കത്തിയെടുത്ത് വന്ന് താഴെ കിടക്കുന്ന നീലവേണിയുടെ കഴുത്തിൽ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ നീലവേണി തന്നാൽ കഴിയുന്ന വിധം അബ്രഹാമിന്റെ കൈ പിടിച്ച് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജയുടെ അനിയനും കരാട്ടെ അറിയാം. ആ സമയത്ത് അവൻ അവിടെ വരുന്നു. അവനും അബ്രഹാമുമായി ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് അവന്റെ വിരലുകൾ തന്നെ ഒടിച്ചു കളയുന്നു. ഇതുകൊണ്ട് അബ്രഹാം കത്തിയെടുത്ത് അവനെ വെട്ടാൻ വരുന്നു. അപ്പോൾ താഴെ നിന്ന് എണീക്കുന്ന രാജയും നീലവേണിയും ചേർന്ന് അബ്രഹാമിനെ ഇടിച്ചു വീഴ്ത്തുന്നു. ഇതിനുശേഷം അബ്രഹാമിനെ കെട്ടിയിട്ട് അവനോട് ചോദിച്ചതിൽ നിന്നും അവൻ ഇൻസ്പെക്ടറുടെ ഭാര്യയെയും മകനെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം പറയുന്നു. ഉടനെ നിലയും രാജയും കയ്യിൽ ഗ്ലൗസ് ഇട്ട് നേരെ ബൈക്ക് എടുത്ത് ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയുള്ള കൃപാകരന്റെ ആളുകളെ എല്ലാം കൊന്നിട്ട് അവസാനം കൃപാകരനെയും കൊല്ലാൻ പോവാണ്. എന്നാൽ ആ സമയത്താണ് വരുണിന്റെ മാനേജർ ആ 100 രൂപ നോട്ട് വാങ്ങാനായി അവിടേക്ക് വരുന്നത്. ഉടനെ രാജ കൃപാകരനെയും ആ മാനേജറെയും ഇടിച്ച് കെട്ടിയിട്ടിട്ട് അവരോട് ചോദിക്കുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ അന്വേഷിച്ചു വന്ന ശിവയുടെ പേഴ്സിലുള്ള ആ 100 രൂപ നോട്ട് വഴിയാണ് അവർക്ക് 1000 കോടി രൂപ കിട്ടാൻ പോകുന്നതെന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിച്ച് വരുമെന്നും മനസ്സിലാക്കുന്നത്. ആ 1000 കോടി രൂപ വെച്ചാണ് അവർ കീഴക്കാടിൽ 7000 കോടിയുടെ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നെന്ന കാര്യവും ഇവരറിയുന്നു. ഉടനെ രാജ വീട്ടിലിരിക്കുന്ന അനിയനെ ഫോൺ വിളിച്ച് കുഴിച്ചിട്ടിരിക്കുന്നതിൽ നിന്നും ശിവയുടെ പേഴ്സ് മാത്രം എടുക്കാൻ പറയുന്നു. അവൻ അതെടുത്തു നോക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ അതിൽ 100 രൂപ നോട്ടുണ്ട്. അപ്പോൾ നില പറയുന്നു, ഈ 100 രൂപ നോട്ട് കിട്ടുന്നതിലൂടെ ആ ഗ്രാമത്തിലുള്ള 1300 പേര് മരിക്കാൻ പോവുകയാണെങ്കിൽ ഈ 100 രൂപ നോട്ട് തീർച്ചയായിട്ടും അവർക്ക് കിട്ടാൻ പാടില്ല. ഇതുകൊണ്ട് രാജ കൃപാകരനെയും ആ മാനേജറെയും കൊന്നുകളയുന്നു. ഇതിനുശേഷം നില ഒരു റൂമിനുള്ളിൽ പോലീസ് ഓഫീസറുടെ ഭാര്യയും മകനെയും കെട്ടിയിട്ടിരിക്കുന്നത് കാണാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ഫോൺ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് കോൾ ചെയ്ത് സ്പീക്കറിലിട്ട് കൃത്യമായി ആ ഡോറിനിടയിലൂടെ ഫോൺ ഉള്ളിലേക്ക് എറിയുന്നു. അപ്പോൾ ഉള്ളിലുള്ള ഇൻസ്പെക്ടറുടെ ഭാര്യ കൺട്രോൾ റൂമിനോട് തങ്ങളിരിക്കുന്ന സ്ഥലം പറഞ്ഞതുകൊണ്ട് അവളുടെ ഭർത്താവും പോലീസ് ടീമും വന്ന് അവരെ രണ്ടുപേരെയും രക്ഷിക്കുന്നു. ഇതിനുശേഷം ന്യൂസിൽ വരുണിന്റെ മാനേജർ മരിച്ച വിവരം അറിയുന്ന ആ കീഴക്കാട് ഏരിയയിലെ രാഷ്ട്രീയക്കാരൻ വരുണിനെ ഫോൺ വിളിച്ചിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അയക്കേണ്ട പണം ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആയി കിടക്കുകയാണ്, എനിക്കൊരു ദിവസത്തെ സമയം താ, അതിനുള്ളിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് വരുൺ പറയുന്നു. ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് മറന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വയ്ക്കുന്നു. ഇതിനുശേഷം ഇൻസ്പെക്ടർ തന്റെ ടീമിനോട്
കൃപാകരന്റെ അനിയനെ പൊക്കിയവൻ തന്നെയാണ് കൃപാകരനെയും അവന്റെ ആളുകളെയും തീർത്തത്. അതുകൊണ്ട് ആ സംഭവം നടന്ന ഏരിയയിലുള്ള CCTV ക്യാമറകളുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് വരാൻ പറയുന്നു. എന്നാൽ അവർ കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ പോലീസാണെന്ന് പറഞ്ഞ് വരുണിന്റെ ആളുകൾ ആ CCTV ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു. ഇതിനുശേഷം പോലീസിന് അവിടെ മരിച്ചുപോയവരുടെ ഫിംഗർ പ്രിന്റ്സ് അല്ലാതെ മറ്റാരുടെയും ഫിംഗർ പ്രിന്റ്സ് കിട്ടുന്നില്ല. ഇവിടെ വീട്ടിലേക്ക് വരുന്ന രാജ തന്റെ ഭാര്യ നീലവേണിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ രാജയുടെ അനിയൻ പറയുന്നുണ്ട്, നമുക്ക് സമാധാനമായി ജീവിക്കണമെങ്കിൽ വരുണിനെയും തീർത്തേ മതിയാവും. അതുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന അബ്രഹാമിനെയും വലിച്ചഴിച്ചു കൊണ്ടുപോയി നേരത്തെ 6 പേരെ കുഴി കുഴിച്ചിരുന്നല്ലോ, ആ കുഴി ഒന്നുകൂടി തോണ്ടി അതിനുള്ളിൽ തന്നെ അബ്രഹാമിനെയും ജീവനോടെ ഇട്ട് മൂടുന്നു. ഇതിനുശേഷം വരുൺ താൻ കളക്ട് ചെയ്ത CCTV ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ ഏരിയയിലൂടെ 6 വണ്ടികൾ മാത്രമാണ് പോയിരിക്കുന്നത്. അതിൽ നിലയും രാജയും പോയിരിക്കുന്നത് കാണുന്ന വരുൺ അച്ഛനും മകളും ആയതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കരുതി മറ്റ് 5 പേരെയും പോക്കാൻ പറയുന്നു. ആ 5 പേരെയും പിടിച്ചുകൊണ്ടുവന്ന് ഇടിച്ചു ചോദിക്കുമ്പോഴാണ് അതിൽ ഒരാൾ പറയുന്നത്, ഞാൻ ആ വഴിയെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കരമായ ശബ്ദം കേട്ടു. എത്തി നോക്കിയപ്പോൾ രാജയും നിലയുമാണ് ആ ആളുകളെല്ലാം ഇടിച്ചു വീഴ്ത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇതോടെ വരുൺ പിടിച്ചു വച്ചിരിക്കുന്ന ആ 5 പേരെയും കൊന്നിട്ട് നിലയുടെ ഫാമിലിയെ മുഴുവൻ കൊന്ന് അവരുടെ കയ്യിലുള്ള ആ 100 രൂപ നോട്ട് വാങ്ങിക്കൊണ്ടുവരാനായി വലിയൊരു ഗുണ്ടാ സംഘത്തെ തന്നെ പറഞ്ഞേക്കുന്നു. പോകുന്നവരും വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കയറുന്നു. എന്നാൽ അവിടെ നീലവേണിയും രാജയുടെ അനിയനും മാത്രമേ ഉള്ളൂ. അവർ 2 പേരും ചേർന്ന് വന്ന ഗുണ്ടാ സംഘത്തിലുള്ള എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തുന്നു. അതേസമയത്ത് വരുണിന്റെ വീട്ടിലേക്ക് വരുന്ന രാജയും നിലയും വരുണിന്റെ ആളുകളെല്ലാം കൊന്നിട്ട് അവസാനമായി വരുണിനെ അടിക്കാൻ വരുന്നു. അപ്പോൾ വരുൺ ആദ്യം നിലയെ ഒന്ന് അടിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം നിലയും രാജയും ചേർന്ന് വരുണിനെ ഇടിച്ച് പഞ്ഞിക്കിടുന്നു. ഇതിനുശേഷം ഫ്ലാഷ് ബാക്കിൽ നോക്കുമ്പോൾ നമ്മുടെ നില ഈ 100 രൂപ നോട്ട് വഴി 1300 പേര് മരിക്കാൻ പോവുകയാണല്ലേ, ഈ 100 രൂപ നോട്ട് ഇരിക്കാനേ പാടില്ല എന്ന് ഫോൺ വിളിച്ച് തൻ്റെ ചെറിയച്ഛനോട് പറയുന്നു. ഉടനെ ചെറിയച്ഛനും അബ്രഹാമിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ 100 രൂപ നോട്ട് കത്തിച്ചു കളയുന്നു. ഈ കാര്യം രാജ അവസാനമായി വരുണിനോട് പറഞ്ഞിട്ട് വരുണിനെ കൊന്നുകളയുന്നു. ഇതിനുശേഷം കോൺസ്റ്റബിൾ ഇൻസ്പെക്ടറോട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന CCTV ക്യാമറ ഫുട്ടേജ് മുഴുവനും വരുണിന്റെ ആളുകളാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ആലോചിച്ച് നോക്കുമ്പോൾ വരുണിന്റെ മാനേജറെ കൃപാകരൻ കൊന്നതുകൊണ്ടാണ് വരുണിന്റെ ആളുകൾ കൃപാകരനെയും അവന്റെ ആളുകളെയും കൊന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ വരുണിനെ പിടിച്ചാൽ എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ കഴിയും എന്ന് പറയാണ്. ഈ സമയത്താണ് ഇൻസ്പെക്ടർക്കും വരുണിനെ ആരോ കൊന്നു എന്ന വിവരം ലഭിക്കുന്നത്. ഇതിനുശേഷം 3 മാസം കഴിഞ്ഞ് നില തന്റെ ചെറിയച്ഛന്റെ മെഡിക്കൽ ഷോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ TV-യിൽ വരുന്ന ന്യൂസിൽ 3 മാസമായിട്ടും വരുണും അവന്റെ ആളുകളും മരിച്ചതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ കേസ് CBCIDക്ക് മാറ്റുന്നു എന്ന് പറയുന്നത്. ഇതോടെ ഈ സിനിമയോട് അവസാനിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.